ഹായ്, ഞാൻ ഡോക്ടർ ടീനു സാർ അബ്രഹാം, കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ്, ബോ എസ്തെറ്റിക്ക സ്കിൻ ക്ലിനിക്, കൊച്ചി ആൻഡ് കോട്ടയം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ചാപ്ഡ് ലിപ്സ് ഓർ ക്രാക്ഡ് ലിപ്സ് എന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. ഇതിന് മെഡിക്കലി നമ്മൾ കീലൈറ്റിസ് എന്ന് പറയും. ചില ആൾക്കാരിൽ ലിപ്സ് പെട്ടെന്ന് ഡ്രൈയും സെൻസിറ്റീവ് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിന് പല കാരണങ്ങളാണ് കോസ് ആയിട്ടുള്ളത്. മെയിനായിട്ടും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാരിൽ, ലൈക്ക് അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉള്ള ആൾക്കാരിൽ, അതുപോലെ തന്നെ വൈറ്റമിൻ B12 ഓർ ബി കോംപ്ലക്സ് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാരിലും ഇതുപോലെ ചുണ്ടുകൾ വരണ്ട് പൊട്ടാനുള്ള ഒരു കാരണമാണ്. പിന്നെ നമ്മൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ യൂസ് ചെയ്യുന്ന ലിപ് കോസ്മെറ്റിക്സ് ലൈക്ക് ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരിലും കൂടുതലായിട്ടും ആ ഡ്രൈനെസ് നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ സൺ എക്സ്പോഷർ കൂടുതലുള്ള ആൾക്കാരിലും ക്രാക്ഡ് ലിപ്സ് ഡെവലപ്പ് ചെയ്യാം. ഇതൊന്നും കൂടാതെ തന്നെ ലിപ് ലിക്കിംഗ് ടെൻഡൻസി ഉള്ള ആൾക്കാരുണ്ട്. അതായത് റിപ്പീറ്റഡ് ആയിട്ട് ലിപ് ലിക്കിംഗ് ടെൻഡൻസി ഉള്ള ആൾക്കാരിലും ഈ സലൈവയിൽ ഉള്ള എൻസൈംസ് കാരണം ലിപ്സിൽ ക്രാക്സും ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇതുകൂടാതെ സ്കിന്നിലെ വേറെ കണ്ടീഷൻസുമായിട്ടും അസോസിയേറ്റഡ് ആയിട്ട് ചാപ്ഡ് ലിപ്സ് ഡെവലപ്പ് ചെയ്യാം, ലൈക്ക് പെരിയോറൽ ഡെർമറ്റൈറ്റിസ് ഓർ അറ്റോപിക് എക്സിമ. സോ ഈ കണ്ടീഷൻസ് ഉള്ള ആൾക്കാരിൽ മെയിനായിട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ ഹെൽപ്പ് ഡെഫിനറ്റ് ആയിട്ടും എടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്ന് നോക്കാം. മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഡ്രൈനെസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പെട്രോളിയം ജെല്ലി ഓർ ലിപ് ബാംസ് യൂസ് ചെയ്യാം. മെയിൻലി SPF ഉള്ള ലിപ് ബാംസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ സൺ പ്രൊട്ടക്ഷൻ കൂടി നമുക്ക് തരുന്നത് കൊണ്ട് ആ ലിപ് ക്രാക്കിംഗ് അത് പ്രിവെൻറ്റ് ചെയ്യും. ഇത് കൂടാതെ ഈ ലിപ് ബാംസിൻ്റെ ഉപയോഗം, അതുപോലെ തന്നെ പെട്രോളിയം ജെല്ലി യൂസ് ചെയ്തിട്ടും അത് ബെറ്റർ ആവുന്നില്ലെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിക്കേഷൻസ് നമ്മളൊരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്താൽ കിട്ടാവുന്നതാണ്. ലൈക്ക് കാൽസിന്യൂറിൻ ഇൻഹിബിറ്റേഴ്സ് ഓർ ടോപ്പിക്കൽ സ്റ്റെറോയിഡ്സ് ഒക്കെ പോലത്തെ ക്രീംസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി ഇതുകൊണ്ടും ബെറ്റർ ആവുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് സ്കിൻ ബൂസ്റ്റർ ഇഞ്ചക്ഷനാണ്. സ്കിൻ ബൂസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഹൈലറോണിക് ആസിഡ് ആണ്. ഇത് ഫില്ലേഴ്സ് പോലെ അത്ര തിക്കായിട്ടുള്ള ഹൈലറോണിക് ആസിഡ് അല്ല, വളരെ ലൈറ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. ഇത് നമ്മൾ മൈന്യൂട്ട് ഇഞ്ചക്ഷൻസ് ആയിട്ട് ലിപ്പിൽ കൊടുക്കുന്നത് കൊണ്ട് ഇത് ഉള്ളിൽ നിന്ന് ഒരു ഹൈഡ്രേഷൻ ഉണ്ടാക്കി തരികയും അതുവഴി ആ ക്രാക്കിംഗ് ഓഫ് ദ ലിപ്സ് പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യാം.